പുതിയൊരു വർഷത്തിലേക്ക് നന്ദിയോടെ. നന്ദിയാണ് ഒരടിമയിൽ സദാ നിറയേണ്ടത്. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നാം. നമുക്ക് വേണ്ടി നാം ഉറങ്ങുമ്പോൾ പോലും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ നമ്മുടെ ശരീരം. ഓരോ കോശത്തിലും നടക്കുന്നത് അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. ഇവയോരോന്നും അതിൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ സുഗമമായ ജീവിതം. അവയിലൊന്നിൻ്റെ താളം തെറ്റൽ പോലും നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ താളം തെറ്റലുകൾ വരുന്നു എങ്കിൽ പോലും അത് നമ്മുടെ തെറ്റായ ജീവിത രീതികൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഓരോ ദിവസവും നമുക്ക് വേണ്ടി കൂടിയാണ് സൂര്യൻ ഉദിക്കുന്നത്, അല്ലേ? സൂര്യപ്രകാശം നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. മാത്രമല്ല, നാം ഇന്ന് കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും ആ കിരണങ്ങളുടെ പങ്കുണ്ട്. എത്ര എളുപ്പത്തിലാണ് നമുക്ക് വേണ്ട പല വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഓരോ നേരവും എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ രൂപത്തിൽ നമുക്കായി നമ്മുടെ മുന്നിൽ എത്തുന്നതിന് പിന്നിൽ എത്രയോ മനുഷ്യരുടെയും ഉപകരണങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും പ്രയത്നമുണ്ട്. ചിന്തിച്ചു നോക്കൂ. അതായത് ആ ഭക്ഷണം ഇന്ന് നമുക്ക് കഴിക്കാൻ പാകമായ രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ തൊട്ട് എത്രയോ കാലം മുന്നേയുള്ള റബ്ബിൻ്റെ കൃത്യമായ പ്ലാനിംഗ് ആണ് അതിന് പിന്നിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഇതെല്ലാം റബ്ബിൻ്റെ തീരുമാനപ്രകാരം നടന്നതാണ്. റബ്ബിൻ്റെ തീരുമാനമില്ലാതെ ഒരു ഇല പോലും ഇവിടെ പൊഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നാം അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് പിന്നിലും സ്നേഹനിധിയായ ഒരു റബ്ബിൻ്റെ തീരുമാനമല്ലേ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായു, ഉപയോഗിക്കുന്ന വെള്ളം, ഇവയെല്ലാം എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. ഒന്നോ രണ്ടോ നിമിഷം ശ്വസിക്കാൻ വായു ലഭിക്കാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ ആർക്കെങ്കിലും? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹൃദയത്തിൽ നിന്നും നാം അറിയാതെ പറയും, റബ്ബേ നിനക്കാണ് സ്തുതി, അല്ലേ? നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടതാണ് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി. ഭൂമിയുടെ 70% ജലമാണ്. എന്നാൽ കുടിക്കാൻ യോഗ്യമായ ശുദ്ധജലം വെറും 3% മാത്രമായിരിക്കെ നാം എന്നെങ്കിലും വെള്ളത്തിൻ്റെ ദൗർലഭ്യത മൂലം പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടാകില്ല. കാരണം വിഭവങ്ങൾ ഒരുക്കിയ റബ്ബ് തന്നെ അത് യഥാസമയം നമ്മിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മിൽ എത്ര പേർ ദിവസവും കുടിക്കുകയും മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്ന വെള്ളത്തിന് നന്ദി പറയാറുണ്ട്? വെള്ളം കാണുമ്പോൾ, വെള്ളത്തെ അനുഭവിക്കുമ്പോൾ റബ്ബിനെ സ്മരിക്കാറുണ്ട്. എൻ്റെ നാഥ, നിന്റെ അനുഗ്രഹമാണല്ലോ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് ഹൃദയം നിറഞ്ഞ് ആലോചിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഈ പുതുദിനം തൊട്ട് നമുക്ക് തുടങ്ങാം നന്ദിയുള്ള ഒരടിമയായിരിക്കാൻ. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് നീരുവച്ച കാലുമായി പ്രയാസപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്ന്. അത്തരത്തിലേക്കൊന്നും നാം എത്തിയില്ലെങ്കിലും ഓരോ നിമിഷവും നാം എത്ര അനുഗ്രഹീതരാണ് എന്നുള്ള നന്ദിയുടെ ബോധത്തിലാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നാം എന്ത് നിരന്തരമായി ചിന്തിക്കുന്നുവോ അതാണ് നാം. റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നന്ദിബോധമുള്ള ഒരു അടിമയായി നമുക്ക് മാറാം.